പറയാം. മോള് ഇന്ന് ഫസ്റ്റ് എയ്ഡിനുള്ള മരുന്നും കൊണ്ടൊക്കെ എടുത്ത് വെച്ചേ, കുറച്ച് ചൂടുവെള്ളവും. അയ്യോ, എന്താ എന്താ എന്നെ? ആരാ ഇത്? ഗോൾഫ് ക്ലബിന്റെ അപ്പുറത്ത് ചരിവിൽ കിടക്കുകയായിരുന്നു. അനുമോളം ചെന്നേ. ഹലോ, മിസ്സസ് മേനോൻ ഹിയർ. ഐ വാസ് എക്സ്പെക്ടിങ് യുവർ കോൾ. അതെ. ഓ ഗാഡ്. നോക്കൂ ഗ്രേസി, അവർ ചെയ്ത എന്തായാലും ഇറ്റ്സ് നോട്ട് റൈറ്റ്. പ്രധാന വിശേഷം പറഞ്ഞില്ലല്ലോ. ഇന്ന് രാവിലെ ഒന്നിനെ കൊണ്ടുവന്നു. ഏതാണെന്ന് അറിയില്ല. നല്ല തടിയുണ്ട്. രാധമ്മേ, അത് ഒന്ന് നിന്നേ. എന്താ മേന്നെ? 1 സെക്കൻഡ് പ്ലീസ്. ഇത് നാട് മുഴുവൻ വിളിച്ച് അറിയിക്കാൻ പോവാണോ? ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. ഇത് ഗ്രേസിയാ. ആരായാലും എന്തോ രാവിലെ കൊണ്ടുവന്നെന്നോ തടിയുള്ളതാണെന്നോ ഒക്കെ പറയുന്നത് കേട്ടല്ലോ. അയ്യോ മേന്നെ, ഞാൻ ആ പട്ടിക്കുട്ടിയെ കൊണ്ടുവന്ന കാര്യം പറയായിരുന്നില്ലേ? ഓ. എന്നിട്ട് ഗ്രേസി, ആ ബ്രൗണിക്ക് തീരെ വയ്യ കേട്ടോ. അതെ. അങ്കിൾ എവിടെയാ ഇയാളെ കണ്ടത്? ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. എന്റെ യൂഷ്വൽ റൈഡ് ഞാൻ ആ വഴി വരാത്ത. ഇന്നെന്തോ ബുക്ക് അങ്ങോട്ട് തിരിഞ്ഞു. ഇയാൾ എങ്ങനെ അവിടെ എത്തിന്ന? മോളിലെ റോഡിൽ നിന്ന് വീണതാണേല് ദൈവാധീനം കൊണ്ടാ. കള്ളു കുടിച്ച് വഴക്കുണ്ടാക്കി കാണും. ആളെ കണ്ടാലറിയാം, ഒരു വഴക്കാളി ലുക്കുണ്ട്. ഇന്നലത്തെ മഞ്ഞ് മുഴുവൻ കൊണ്ടിട്ടുണ്ട്. ദേഹം ഐസ് പോലെ ഇരിക്കുന്നത്. ആ കിറ്റിങ് എടുക്ക. നോക്കും എന്നെ, ഞാൻ പറയുന്നത് ഒന്ന് സ്റ്റേഷനെ വിളിച്ചു പറഞ്ഞാൽ ആ വർമ്മ ഒന്ന് വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. ആരാ എന്താണെന്നൊന്നും അറിയാതെ നമ്മളിവിടെ കിടത്തണ്ട, അല്ലേ അനി? ആരാ എന്താന്നറിഞ്ഞിട്ട് രാധമ്മ എന്താ ഇയാൾക്ക് വിവാഹാലോചിക്കാൻ പോവാ? ബോധമില്ലാതെ വഴിയരികിൽ കിടന്ന ഒരുത്തന്റെ ജീവൻ രക്ഷിച്ചു എന്ന് പറയുന്നതിൽ ഹ്യൂമാനിറ്റിയെ കുറിച്ച് ചിന്തിക്ക്, അല്ലേ അനി? ഇയാൾക്ക് ബോധം വന്നു തോന്നുന്നു. ഞാൻ എവിടെയാ? ഇത് ഹോസ്പിറ്റലാ? അല്ല, നിങ്ങൾ എൻ്റെ വീട്ടിലാ. മാഷാരാ? ഐ ആം ശേഖര മേനോൻ. ഞാൻ റിട്ടയർഡ് മേജറാണ്. നിങ്ങളെ എനിക്ക് ആ വാലിയിൽ നിന്നാണ് കിട്ടിയത്. എന്താ സംഭവിച്ചത്? എന്റെ വണ്ടി അതാ കടൂറന്മാര് കൊണ്ടുപോയി കാണും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ പെണ്ണോ ബിച്ചു വിടില്ല, വിടൂല ഞാൻ. എന്നെ അവർക്ക് അറിയാഞ്ഞിട്ടാ വണ്ടി വിളിക്കാൻ വന്ന ആ ചെറ്റ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളൊന്ന് അടങ്ങിക്കിടക്കണം. ഞാൻ ഈ മുറിവൊന്ന് ഡ്രസ് ചെയ്യട്ടെ ആദ്യം. ഞാൻ ഇവിടെ ഡ്രസ്സും ചെയ്ത് കിടന്നാൽ ശരിയാകില്ല. നടന്നൊന്നും പറഞ്ഞാൽ ചാക്കു വെച്ചാൽ വിശ്വസിക്കില്ല. വെട്ടിൽ നിന്ന് വെട്ടിലേക്കാണല്ലോ ദൈവമേ നീ എന്നെ കൂടെ ചാടിക്കുന്നു. അയ്യോ, അയാളുടെ ആ സംസാരം കേൾക്കുമ്പോഴേ ഉറപ്പാ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്. കുഴപ്പമുണ്ടാകാതെ ഒരാൾ പരുക്കേറ്റ് അവിടെ കിടക്കുവോ? അതെന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മൾ എന്തിനാ മെന്നെ ഇതൊക്കെ അന്വേഷിക്കാൻ പോകുന്നത്? അറിഞ്ഞുകൊണ്ട് ഒരു വിനെ വരുത്തി വെക്കണോ? ഇതിന്റെ പേരും പറഞ്ഞ് 4 പോലീസുകാരോടെ കയറി വരിക, പിന്നെ കോടതി കയറി കൂട്ടി നിൽക്കുക. വേണ്ട വേണ്ട, അല്ലേ അനിമോളെ? എടോ രാധമേ, എനിക്ക് അയാളെ കുഴപ്പക്കാരനായിട്ട് തോന്നുന്നില്ല. 20 വർഷം ആർമിയിലുണ്ടായിരുന്ന ഒരാളാ ഞാൻ. ഞാൻ കണ്ടിടത്തോളം ഡിഫറെന്റ് ക്യാരക്ടേഴ്സിനെ താൻ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഓ, അനിമോൾ എന്ത് പറയുന്നു? എനിക്കൊന്നും പറയാനില്ല. ഏതോ ഒരു സ്ട്രേഞ്ചറിന് വേണ്ടി നിങ്ങൾ തമ്മിൽ വഴക്കടിക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്തത്. മേന്ന് പറയാൻ വിഷമമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം, പോയിക്കൊള്ളാം. ഏയ്, നിങ്ങൾ? ശിവൻ, അതാണ് എൻ്റെ പേര്. ഞാനൊരു ടാക്സി ഡ്രൈവറാ. ആ താഴ്വരൻ എന്നെ ഇവിടെ കൊണ്ടു ശുശ്രൂഷിച്ചു എന്ന കുറ്റത്തിന് നിങ്ങളെ തേടി പോലീസ് വരികയാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് പറയാ ഞാൻ പോയെന്നു. ഈ കാലുകൊണ്ട് നിനക്ക് നടക്കാൻ പറ്റില്ല. പോയി കിടക്ക്. ജീവൻ രക്ഷിച്ച സാറിനോടും ഒരിട്ട് ചൂടുവെള്ളം നിന്ന വീട്ടുകാരോടുള്ള നന്ദി കൊണ്ടാണ് ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ നാളെ ഞാൻ നിങ്ങൾക്കൊരു പ്രോബ്ലം ആവും. എൻ്റെ വിധി അതാ. നോക്കും എന്നെ ഈ സ്ഥിതി പോകാൻ പെടണ്ട കേട്ടോ. ഐ എം സോറി കേട്ടോ. ഞാൻ പറഞ്ഞത് തെറ്റായി എടുക്കരുത്. ഇല്ല മാഡം, ആരും പറയുന്നത് തന്നെ നിങ്ങളും പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എങ്ങനെയും പോയിക്കോളാം സാർ. മിസ്റ്റർ ശിവൻ, നിങ്ങളുടെ അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് പോകുന്നതും എനിക്ക് തോന്നിയിട്ട് മതി. സാർ, നോ, ഇറ്റ്സ് മൈ ഓർഡർ. ഗോ ഇൻസൈഡ്. അനുചേച്ചി, അനുചേച്ചി കൂവണ്ട, ചേച്ചി വന്നോളും. ഞാൻ കൂവിയില്ലല്ലോ. ഇനി കൂവിയെ തന്നെ താരാ ചോദിക്കാം.
ഞാൻ ചേച്ചിന്റെ സെക്രട്ടറിയാ അങ്ങനെ വെച്ചോ. യു ഗോ മാൻ, യു ഗോ ലേഡി. ലേഡി മാനും മിണ്ടാതിരി. ബിവെയർ ഓഫ് മേജർ അങ്കിൾ. ടാടായ്. കം ഓൺ കം ഓൺ കം ഓൺ. റോബർട്ട് വിളിക്കുന്നതാ. എന്താ ആരാ അത്? അറിയില്ലേ? ഇതാണ് അനുചേച്ചിനെ മാരിയമ്മ ഞങ്ങള്. പുളു എങ്ങനെ അറിയാ? എന്നോട് പറഞ്ഞതല്ലേ. വേണമെങ്കിൽ ചോദിച്ചോക്ക്. അങ്കിളെ, ചേച്ചിന്റെ അങ്കിളെ ആണോ? അതെ അല്ലേ? ഏയ് എന്താ ഇത്? കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി. വാ വാ. മുത്തു, നീ ചെന്ന് കോഴി എടുക്കുമ്പോഴേക്കും ഞാൻ കൊച്ചമ്മയെ കണ്ടിട്ട് വരാം. ആ നീ വേഗം വരണം, എനിക്ക് പാല് കൊടുക്കാനുള്ളതാ. എത്ര 20? ആ കൊച്ചമ്മേ, കൊച്ചമ്മേ. കാട്ടു തന്നെ നോടി കള്ളി. നിങ്ങളോ? നിങ്ങൾ ഇവിടെ? എന്നെ പലയിടത്തും കാണും. അത് വിട്. നിന്റെ ഈ സ്വഭാവം ശരിയാണോ ആണോ എന്ന് ഞാൻ അങ്ങനെ ചെയ്താൽ എന്നെ ആരും ഒന്നും പറയില്ല. എനിക്ക് അത്രയ്ക്ക് സ്വാതന്ത്ര്യമുള്ള വീടാ. ഞാൻ ഇവിടുന്നാ കോഴിയെ വാങ്ങുന്നേ. ഓഹോ, അപ്പൊ നാളെ നീ ഇവിടെ കയറി വല്ല പൊന്നും പണമൊക്കെ മോട്ടിച്ചാലും നീ തന്നെ പറയുമല്ലോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള വീടാണെന്ന്. ദേ, അനാവശ്യം പറയരുത്. ഞാൻ അങ്ങനെ കള്ളിയൊന്നുമല്ല. ഇന്ന് ഒരു 5 പൈസ ഞാൻ ആരും മോട്ടിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ഓരോ ശീലങ്ങൾ തുടങ്ങുന്നത്. എങ്കിൽ കണക്കായി പോയി. നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം? ഞൊണ്ടിക്കാലൻ. എന്താ ചേട്ടമ്പി, ഇന്ന് കച്ചവടമില്ലേ? ഉണ്ട്, കോഴി എടുക്കാൻ വന്നതാ. നീ ആ കാറിനകത്ത് പച്ചക്കറി ഇരിപ്പുണ്ട്, അതിങ്ങെടുത്തേ. ഗുഡ്. അങ്ങനെ നടന്നു നോക്ക്, ഇല്ലെങ്കിൽ സ്വെല്ലിങ് പോവില്ല. കൊടുക്ക്. സ്വെറ്റേഴ്സാ, ഇവള് തന്നെ ഓർമ്മിച്ചിട്ട് വാങ്ങിയതാ. വേഗം കയറ്.